அண்ணா கொஞ்சம் சைலண்ட் மட்டும் ஆனா கொஞ்சம் சைலண்ட் இருங்கண்ணா. அப்படி கூட அந்த பக்கம் வெளிய பேசினா கூட வச்சுக்காதீங்க. உங்க வேலையை நான் வந்து டிஸ்டர்ப் பண்றேன் நினைக்காதீங்க. ரெடி போலாம் ரோலே போலாம். சைலண்ட் அண்ணா. காஃபி ஸ்மெல் நிறைய அடிச்சு. செம்ம காஃபி ஸ்மெல் வருது. செம்ம காஃபி ஸ்மெல் வருது. എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക, അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, എങ്കിലും അത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നിൽ ഇരുന്ന് എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമുള്ളൊരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. വെറുതെ അത് ചെയ്തത് കൊണ്ട്, അത് ടിക്ക് ചെയ്ത് പോയത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി മുഴുവനാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. വർക്കിൽ നല്ല അഭിപ്രായമുണ്ട്, ചെയ്ത ക്യാരക്ടറിൽ നല്ല അഭിപ്രായമുണ്ട്. ഭയങ്കര സന്തോഷം. എക്സ്പെക്ടേഷനേക്കാളും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണും, എല്ലാവരും കാണും. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോള് റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ മമ്മൂക്ക. എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഞാൻ പേടിച്ചു പോയി. ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആളെ ഇത്രയും വലിയ അഭിനയം വിനിയോഗിക്കുന്നു വിചാരിച്ചു. എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. പക്ഷെ യുവജനോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് പാടിയ പാട്ടുകൾക്കൊന്നും ഇപ്പൊ ഇവിടെ പ്രസക്തി ഇല്ലാന്ന് വിശ്വസിക്കുന്നു. കാരണം 6-7 ദിവസമായിട്ട് നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞപ്പോ മീശമാധവൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു മീശമാധവനിലെ 2 പേര് പാട്ട് പാടാക്കെ കയ്യടിക്കണം കേട്ടോ. ലാസ്റ്റ് എന്റെ എല്ലാം എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, കിലുങ്ങാക്കിങ്ങിനിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ. ഇപ്പൊ മക്കളുടെ കൂടെയുള്ള ഫോട്ടോസിന് അങ്ങനെ ഒരു ആൽബം ഉണ്ടാവില്ലല്ലോ, കൂടുതലും ഫോണിലൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഫോട്ടോസ് പോലും എന്റെ ആൽബത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടില്ല. മമ്മൂട്ടി എടുത്ത ഫോട്ടോസ്, മോഹൻലാൽ എടുത്ത ഫോട്ടോസ് മാത്രം ആരോ എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അയച്ചു തന്നിരുന്നു. അത് ആരോ എടുത്തോണ്ട് പോയി. ഏതോ പത്രത്തിൽ നിന്ന് പഴയ ഫോട്ടോ തരുമോന്ന് ചോദിച്ചപ്പോ വന്ന് അവരെടുത്തോണ്ട്, മമ്മൂക്കയും ലാലേട്ടനും ഉർവശി ചേച്ചീനെ ക്ലിക്ക് ചെയ്തത് ആദ്യമായിട്ട്. അവര് നല്ല ക്യാമറയിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാ ഫോട്ടോഗ്രാഫി. മമ്മൂക്കേനെ എനിക്കറിയാം, അതെ അദ്ദേഹം മോഹൻലാലും അത് തന്നെയാണ്. എപ്പോഴോ ഒരു ഉറങ്ങി, ഞാൻ ആലപ്പുഴ റെയ്ബാൻ ഹോട്ടലിൽ ഉറങ്ങി കിടന്നപ്പം ലാൽ സലാമിന്റെ ഷൂട്ടാന്ന് തോന്നുന്നു. അവലെ പുള്ളി ഇങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇറങ്ങാൻ നിന്നപ്പോ കഥവ് തുറന്നു കിടക്കുകയാണ്. മേക്കപ്പ് മാനൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ നല്ല ഉറക്കമാ. എന്ത് ചെയ്ത് കൊച്ചെന്ത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറക്കപ്പിച്ചെന്ന് ഞാൻ ഇറങ്ങി. 1 മിനിറ്റ് വെളിയിൽ വന്നതെന്ന് പറഞ്ഞു. ആ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ചോദിച്ച ഫോട്ടോ കുറെ എടുത്തിട്ട്, പക്ഷെ ഫോട്ടോയിൽ പറയുകയില്ല ഞാൻ ഉറങ്ങി എണീച്ച് എന്നാ പല്ല് കഴിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അങ്ങനത്തെ കുറെ ഫോട്ടോസ്, അതൊക്കെ കുറെ മെമ്മറിയാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ കയ്യിൽ നിന്ന് പോയി. ഇല്ല, അതാണ് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഇനിയിപ്പം അതൊക്കെ കിട്ടും നമുക്ക്. ആ കാലഘട്ടം അതല്ലേ ഇപ്പൊ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പോ നമുക്ക്
തുടങ്ങാൻ പറ്റില്ല.